ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയമദറിന്റെ ഭൗതികമായ ശരീരം ഇവിടെ നമ്മൾ അടക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ഉയർത്തെഴുന്നേൽപ്പ് നടന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നെല്ലാം ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ശരീരം ഇപ്പോൾ നമ്മളിവിടെ വിതയ്ക്കുകയാണ്. ശരീരത്തെ പിന്നീട് എഴുന്നേൽക്കുന്ന അവസ്ഥയിലേക്ക് കാണപ്പെടുവാന്ന് ഉള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 16-ാം വാക്യം വായിക്കാം. 15-16. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്യന്മാരുണ്ട്. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നാം ഇന്ന് നമ്മുടെ പാപങ്ങളിൽ ഇരിക്കും. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവന് വെച്ചിരുന്ന കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ആ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു തനിയെ ഉയർത്തെഴുന്നേറ്റില്ല, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പല ഭാഗങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയമെല്ലാം യേശുവിനെ മരിച്ചവരിൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗവും നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യർത്ഥമായി തീരും. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ രക്ഷയുടെ ആരംഭം മുതലുള്ള കാര്യം. അതുകൊണ്ടാണ് റോമാലേഖനം 9-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയുടെ കാരണം മുതൽ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുകയില്ല. ശരിയായിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി ആ രക്ഷയുടെ ആരംഭം മുതൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പതിന്റെ വിലയായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ രക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ കാണുമ്പോൾ യേശു ക്രിസ്തു ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷമാണ് ബാക്കി എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത്. പിന്നീട് നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വരുമ്പോൾ ഓരോരുത്തരും അവനവന്റെ നിലയിലാണ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന് വരവിങ്കൽ. അപ്പോൾ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇനിയും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ ഈ മരിച്ച വിശുദ്ധന്മാരെല്ലാം അതികൂട്ടത്തിലെ ഈ ഡെഡ് ബോഡിയും അങ്ങനെയല്ല ഒരു പുതിയ ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കുക. അതുകൊണ്ടാണ് വിതയ്ക്കുന്നതിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഗോതമ്പിന്റെയോ മറ്റ് വല്ലതിന്റെയും വിത്ത് വിതയ്ക്കുന്നത് പോലെ ഇത് വിതയ്ക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായി വരുന്നത് ഒരു പുതിയ സത്യം ഉണ്ടായി വരുന്നത് പോലെ ഈ ശരീരം ഒരു പുതിയ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ബലത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇങ്ങനെ ഓരോ രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയാണ്. ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട്. 42-ാം വാക്യം വായിക്കുമ്പോൾ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഈ സിസ്റ്റർ അല്ലെങ്കിൽ ഈ മദറും പല അപമാനങ്ങളിൽ കൂടെ, പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. പല അപമാനങ്ങൾ, നിന്ദകൾ ഒക്കെ സഹിച്ചിട്ടുണ്ട്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുമ്പോഴാണ് തേജസ്സിൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കഷ്ടത തേജസ്സിന് ഒഴിവാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നാം കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അപമാനം പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരും. പലരും പല രീതിയിൽ അപമാനിച്ചെന്നിരിക്കും, നിന്ദകളിൽ കൂടെ റിജക്ഷനിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതെല്ലാം വരുന്നത് നാം ഒരു നല്ല തേജസ്സുള്ള ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. അതുപോലെ കഷ്ടങ്ങളിൽ കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നുവെന്ന് ശിഷ്യന്മാരെ ഉറപ്പിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അനേക കഷ്ടങ്ങൾ കൂടെ ഈ പ്രിയ മദർ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അനേക കഷ്ടങ്ങൾ സഹിച്ച് ഒരു തേജസ്സുള്ള ശരീരത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ അടക്കുവാൻ പോവുകയാണ്. തേജസ്സുള്ള ശരീരം പ്രാപിക്കും എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആ കർത്താവിന്റെ ശുശ്രൂഷക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ട വിശ്വസ്തയോടെ നാം നമ്മുടെ ഓട്ടം ചെയ്ത് നയിക്കുമ്പോൾ തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കും. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരെയും കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല.
ചിലപ്പോൾ നമ്മളെ അല്ലാതെ അതിന്റെ നിലയിൽ ഉയർത്തെഴുന്നേൽക്കുന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പ്രത്യാശയുള്ളവരെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് എന്താണ്? തേജസ്സിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഡെഡ് ബോഡി ഇപ്പോൾ മണ്ണിൽ ദാനം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേജസ്സുള്ള ഒരു ശരീരം യേശു വരുമ്പോൾ ആ മൃതഗണങ്ങളെല്ലാം എവിടെ അടക്കപ്പെടുന്നു അവിടെ നിന്ന് തേജസ്സുള്ള ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു മരണമല്ല. ഇന്ന് കർത്താവ് വന്നാൽ ജീവനോടിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളെ അവനെ എടുക്കപ്പെടുവാൻ എല്ലാവരും ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ ഡെഡ് ബോഡി ഒരു ശവപ്പെട്ടിയുടെയോ അല്ലെങ്കിൽ അടക്കാരാധനയുടെ ആവശ്യമില്ല. ഇന്ന് കർത്താവ് വന്നാൽ ഒന്നാമത് ഡെഡ് ബോഡി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിച്ചവരായ നാം എല്ലാവരും അവന്റെ വരവിൽ എടുക്കപ്പെടും. അവർക്ക് രണ്ടുപേർക്കും, അവർക്കും എല്ലാവർക്കും തേജസ്സുള്ള ശരീരം ലഭിക്കും. നാം അവരെ പോലെ ആയിത്തീരുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആൺപിൻ നാം ദൈവമക്കളിൽ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്മ കൊണ്ട് നമ്മയും അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അങ്ങനെ നമുക്കൊരു അറിവുണ്ട്. യേശു എങ്ങനെ തേജസ്സുള്ളവനായി വരുന്നുവോ അതുപോലെ യേശുവിനെ നമുക്ക് കാണാമെന്ന് നമുക്ക് വലിയ നിശ്ചയമുണ്ട്. അങ്ങനെ നിശ്ചയമുള്ളവർ കരങ്ങൾ എടുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ട് ആ നിശ്ചയത്തോടെയാണ് നമ്മൾ ഈ ഡെഡ് ബോഡി ഇവിടെ വെക്കുന്നത്. കാരണം ഒരു ദിവസം യേശു വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കും. എന്നാലും എല്ലാവരും ഒരുമിച്ചാണ് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത്. ഇപ്പോൾ അത് അവനിൽ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാമോ? എന്താണ്? മരണം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളു എവിടെ? മരണത്തിന്റെ വിഷമുള്ളു പാപം. അപ്പോൾ ഒരുത്തൻ പരിശുദ്ധനായി പാപം ചെയ്യാതെ ജീവിച്ചാൽ അവന് മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. മരണത്തിന്റെ ഭയം എന്ന് പറയുന്നത് പാപമാണ്. അപ്പോൾ പാപമില്ലാതെ നമ്മൾ പാപത്തെ ജയിച്ച് ജീവിച്ചാൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ശരീരത്തിന്മേൽ ആ ശരീരത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ആ ശരീരത്തെ കീഴടക്കുവാൻ മരണത്തിന് സാധിക്കില്ല. അങ്ങനെയാണ് യേശു ക്രിസ്തു മരണത്തിന് അവനെ കീഴടക്കുവാൻ സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മരണത്തിന്റെ പാതാളത്തിന്റെ ശക്തികൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ട് ആ പാപമാണ് മരണത്തിന്റെ ശക്തി എന്ന്, മരണത്തിന്റെ വിഷമുള്ളു. അപ്പോൾ പാപമാകുന്ന വിഷമുള്ളില്ലാത്തത് കൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ യാതൊരു പാതാള ശക്തിക്കും അധികാരമില്ലായിരുന്നു. നാമും പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും യാതൊരു പാതാള ശക്തികൾക്കും അധികാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഇത് കേൾക്കുന്ന എല്ലാവരും ഇനി ഒരു ജീവിതം, ഇനി തുടർന്നുള്ള ജീവിതം, നമുക്ക് ഇങ്ങനെ ഒരു മരണമുണ്ട്. അതുകൊണ്ട് എപ്പോഴത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ മതത്തിന് നല്ല സമയം കിട്ടി തന്നെ ശുദ്ധീകരിക്കുന്നതിനും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനും നിരപ്പ് പ്രാപിക്കുന്നതിനൊക്കെ നല്ല സമയം കിട്ടി. ചിലർക്ക് ഒരു സമയം പോലും, ഒരു നിമിഷം പോലും കാണുന്നു. ഇന്ന് ഒരുത്തൻ താഴെ വീണു, അപ്പോഴേ ബോധം പോയി. പിന്നെ അങ്ങനെ ആരോട് നിരപ്പ് പ്രാപിക്കാൻ സാധിക്കും? ആരോട് ക്ഷമ ചോദിക്കാൻ സാധിക്കത്തില്ല. ചിലരൊക്കെ ക്ഷമ ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കുക, അവസാന നിമിഷം ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ചിലപ്പോൾ ഒരു ചാൻസ് പോലും കിട്ടാത്തതായ സന്ദർഭം ഉണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒരു വിശുദ്ധൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ അവർ തങ്ങളെ തന്നെ വിശുദ്ധ 3-ാം വാക്യം വായിക്കുമ്പോൾ, അവരിൽ ഈ പ്രത്യാശയുള്ളതിനെല്ലാം അവൻ നിർമ്മലനായിരിക്കും, തങ്ങളെ തന്നെ. അപ്പോൾ കർത്താവ് വരുമ്പോ പോകുമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഓരോരുത്തരും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നെങ്കിൽ മാത്രമേ അവിടെ ചെന്നെത്തുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് വരുമ്പോൾ നമുക്ക് അവന്റെ വരയിൽ എടുക്കപ്പെടുവാൻ സാധിക്കും. അപ്പോൾ അധിക സമയം ഞങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല. പല കാര്യങ്ങളും ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും നമ്മുടെ ഈ ശരീരം മാറി ഈ ശരീരം മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ശരീരം പുതുപുത്തൻ ശരീരം നമുക്ക് കിട്ടും. മരണം ഒരിക്കലും നഷ്ടമല്ല, അത് ലാഭമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ഇടുങ്ങിയ മുറിയിൽ നിന്ന് വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് നാം കടന്നു പോകുന്നത്. പുതിയ യെരൂശലേം എന്ന വിശാലമായ സ്ഥലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് പോകുന്നതൊക്കെയാണ് ഒരു പ്യൂപ്പ അല്ലെങ്കിൽ ഒരു കോഴിയുടെ മുട്ട കാത്തിരിക്കുക. കോഴിക്കുഞ്ഞ് വെളി വരുമ്പോൾ വളരെ സൗന്ദര്യമുള്ളതുപോലെ അതിനകത്തിരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അതിന് ഭൂമി അല്ലെങ്കിൽ അതിന്റെ ലോകം എന്ന് പറയുന്ന ആ മുട്ടയ്ക്കുള്ളിലാണ്. എന്നാൽ പുറത്തു വരുമ്പോൾ എത്ര മനോഹരമായ ഒരു ജീവി വരുന്നു. ഒരു ചിത്രശലഭം അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ മനോഹരമായ ഒരു ചിത്രശലഭമായിട്ട് പുറത്തു വരുന്നത് പോലെ നമ്മുടെ ഈ കൂട് വിട്ട് നമ്മൾ വെളിയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൂട് വിട്ട് വെളിയിൽ വരുമ്പോൾ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ആ മനോഹരമായ സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത്. എത്ര മനോഹരമായ സ്ഥലമാണ് പുതിയ യെരൂശലേം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ മരണം എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ആരും ലാഭകരമായ ഒരു കാര്യം കണ്ടാൽ അത് വിട്ടുകളയുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അവർ അതിനെ എത്രയും വേഗം കൈക്കലാക്കുവാൻ നോക്കുമെന്ന് പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്കിലും ജഡത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരേണ്ടതിന് അതിന് ഞാൻ ബില്ലിങ്ങാണ്. അതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്കും അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ജീവിക്കാം. എന്നാൽ ഈ ഇടുങ്ങിയ ശരീരത്തിൽ നമുക്ക് മെച്ചമായ ഒരു ശരീരത്തിലേക്ക് അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്ന തേജസ്സുള്ള ശരീരത്തിലേക്ക് പോകാൻ നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ റെക്കോർഡിംഗ് അടക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണമേ നിന്റെ വിഷമുള്ള മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ പരീക്ഷകളിൽ നിന്നും പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്നെല്ലാം ജയം തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. പല ഭാഗങ്ങളിൽ ഈ വാക്യം എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ താക്കുന്നതിനായിട്ട് അല്ലെ നമ്മളെ കീഴടക്കുന്നതിന് പല ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ അതിന് മേലെല്ലാം ജയം തരുന്നതായ ഒരു ശക്തിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയാണ്. അവനെന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ഓരോ നിമിഷവും ജയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചുകൊണ്ട് ജയകരമായി ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അല്പം നമുക്ക് കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടക്ക ശുശ്രൂഷ നടത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.